ഹലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ കോംബോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് വെച്ചിട്ടുള്ള ചപ്പാത്തിയും കടല വെച്ചിട്ടുള്ള കുറുമയും, അതുമാത്രമല്ല നമ്മൾ ചപ്പാത്തി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയും ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്ന കടല വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുറുമയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് കടല കുതിർത്ത് ഒരു 4-5 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കയ്യിലില്ലാത്ത കൊണ്ട് പൊട്ടാറ്റോ ചേർത്തിട്ടില്ല. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 വിസിൽ വരുന്നവരെ നല്ല പാകത്തിന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഒന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാണെങ്കിലും കുഴപ്പമില്ല. ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള, അതുപോലെ ഒരു 4 പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് 2 ടീസ്പൂൺ നിറച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇതിലോട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വെന്ത് വടയുന്ന പരുവത്തിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട്. നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച കടലക്കൂട്ടില്ലേ, അത് വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ട് വേവിച്ച കടലയിൽ നിന്നും കുറച്ച് ഏകദേശം 1/2 കപ്പ് കടല ചൂടാറിയ ശേഷം 1/2 കപ്പ് നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി കടല വേവിച്ച വെള്ളമൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റ് ഒന്നും എടുക്കുന്നില്ല, വെറും കടല മാത്രം ഏകദേശം അതിൽ നിന്നും കുറച്ച് 1/2 കപ്പ് നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് നിറച്ചെണ്ണ മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് സാധാ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ച ഈ ഒരു കൂട്ട് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അതിന് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നേരത്തെ വേവിച്ച കടലക്കൂട്ടാണ്. അപ്പോൾ ഇതിലുള്ള വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിച്ച വെള്ളം ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അരച്ച ഈ ഒരു അരപ്പാണ്. ഇനി ഇതിലോട്ട് തേങ്ങ അരച്ച് ചേർക്കാനോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതുതന്നെയാണ് മെയിനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായി, ഞാൻ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് ഇത് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ഇച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള കടല വെച്ചിട്ടുള്ള ഒരു കുറുമയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് തേങ്ങ ഒന്നും കയ്യിലില്ലെങ്കിലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പുട്ടിൻ്റെ കൂടെയാണെങ്കിലും പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം കേട്ടോ. രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലൊക്കെ കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ചോറ് വേണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്ന ചോറൊക്കെ എടുക്കാം കേട്ടോ. അധികം പുളിമണമൊന്നും ഇല്ലാത്ത ചോറ് എടുത്താൽ മതി. ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത ചോറൊക്കെ എടുക്കാം. നന്നായി കഴുകി എടുത്തിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ലൂസാക്കി എടുക്കരുത്. അപ്പോൾ നമ്മൾ പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണം.
നമുക്ക് എത്രത്തോളം തിക്കായിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും തിക്കായിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. പക്ഷെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലോട്ടാക്കി കൊടുക്കാം. കഴിയുന്നതും കുറച്ച് ഒരു പരന്ന പാത്രത്തിലാക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഈസി ആവും. പിന്നെ ഇതാ പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആട്ടപ്പൊടി നമ്മളിങ്ങനെ കുറച്ചേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു കപ്പൊന്നും പോരാ കേട്ടോ. ഈ ഒരളവിലൊരു 2-3 കപ്പ് ആട്ടപ്പൊടി വേണ്ടി വരും. പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരുപാട് ലൂസാക്കിയിട്ടാണെങ്കിൽ പിന്നെയും പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ലൂസാക്കണ്ട. ഈ ഒരളവിൽ ഒരു 3 കപ്പോളം വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിൻ്റെ കണക്കില്ല. നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിന്, ബോൾസാക്കി എടുക്കാൻ പാകത്തിന് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ കുഴച്ചെടുത്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇനി സാധാ ചെയ്യുന്ന പോലെ ബോൾസാക്കി എടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയിൽ തന്നെ ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുക്കുക. നമുക്ക് ഇതേപോലെ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. ആട്ടപ്പൊടിക്ക് പകരം പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ വേണ്ട. കാസർഗോഡൻ പത്തിരിപ്പൊടിയല്ല. അതുപോലെ സാധാ പച്ചരിപ്പൊടിയില്ലേ, പച്ചരിപ്പൊടി ചേർത്തിട്ടും ചെയ്യാം. സെയിം നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല പച്ചരിപ്പൊടിയിൽ നമുക്ക് അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. നൈസ് പത്തിരിപ്പൊടിയിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ അത് വാട്ടിയെടുത്ത് ഇത് പൊടി നമ്മൾ നല്ലോണം വേവിച്ചെടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതേപോലെ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി കിട്ടുന്നുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാം. ഓരോന്നും ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി. നമുക്കൊരു തവ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഷീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയം വെക്കണ്ട, ഒരു 10-15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി മറ്റേ സൈഡ് കുക്കായി വരുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പുള്ളി വരും. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ പുള്ളി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ട് സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. നമുക്ക് ഇതുപോലെ ലെയർ റൊട്ടിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ ചോറൊക്കെ വെച്ചിട്ട്. അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. ചോറൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്ന രീതിയും നമ്മൾ പരത്തിയിട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിയും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഷീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു 10 സെക്കൻഡ് അപ്പം തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് ഈ ഒരു പാനിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മാറ്റാം കേട്ടോ. ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കുക. ഇനി ഇത് നല്ലോണം ചൂടാറിയ ശേഷം നല്ലൊരു കണ്ടെയ്നറിലിട്ട് വെച്ചാൽ മതി. നല്ല എയർടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലിട്ട് വെക്കാം. നമുക്കിതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ച വരെ നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് മാത്രം, നമ്മളിത് പാനിലിട്ട് കൊടുക്കാതെ പരത്തിയിട്ട് ഷീറ്റ് മാത്രമായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഒരു ദിവസം വെക്കാം. ഒരു ദിവസം മാത്രം, കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ആഴ്ച വരെ നമുക്ക് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചൂടോടെ നമുക്ക് കഴിക്കാൻ നേരത്ത് ചൂടോടെ സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതലൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈസിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തിയും ഇതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ കടല കുറുമയും നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം. നല്ല കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.